എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ഈസി ടേസ്റ്റി റവ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒത്തിരി പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2 ലെയറിലുള്ള പുഡിങ്ങാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇത് റവ പുഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇതിൽ നമുക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിതിൽ സ്വല്പം ചൈന ഗ്രാസ് ചേർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഫോം ഇല്ല. അതായത് നമ്മളിത് സെറ്റാക്കി എടുക്കാനായിട്ട് സ്പ്രിംഗ് ഫോമിലല്ല ഞാനിത് ചെയ്യണത്. അതിന് പകരമായിട്ട് സാധാ ബൗളിലാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ ബൗളിൽ ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്കത് പുറത്തേക്ക് എടുത്ത് ഫോട്ടോ എടുക്കണം. അന്നേരം ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് സ്വല്പം ചൈന ഗ്രാസ് ആഡ് ചെയ്യണത്. നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം എടുത്തിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുതിർന്ന് കറക്റ്റാവണം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാൽ ആഡ് ചെയ്യാം. പാൽ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് അടച്ച് മാറ്റി വയ്ക്കാം. നമ്മളിത് 2 ലെയറാണ് ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി ആദ്യം ഫസ്റ്റ് ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം നമ്മളിപ്പോൾ പുഡിങ് തയ്യാറാക്കാനുള്ള പാത്രം ഉണ്ടല്ലോ അതെടുത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇടുകയാണ്. അതായത് നമ്മൾ ഇത് പുറത്തെടുക്കുന്ന സമയത്ത് ഈ അടിവാശമാണ് നമ്മുടെ മേലെ വരിക. അന്നേരം ആ മുകളിൽ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആഡ് ചെയ്യണത്. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് അപ്ലൈ ചെയ്യാണ്. നമ്മൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കണേ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. മാത്രമല്ല നമ്മൾ ഒത്തിരി കേക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുക, വിപ്പിംഗ് പൗഡറിൽ നിന്ന് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല. കാണാത്തവർ ദയവായി അതൊന്ന് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിതിൽ വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കറക്റ്റായി കഴിഞ്ഞു. ഇനി നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സെറ്റാവാനായിട്ട് വെക്കണം. എനിക്കൊരു 2 മണിക്കൂറൊക്കെ മതിയായിരുന്നു വെക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമുക്കിനി നമ്മുടെ പുഡിങ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് റവയാണ്, പെട്ടെന്ന് അടിപിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ജലാറ്റിന് കുതിരാനായിട്ട് വെച്ചിരുന്നല്ലോ അതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നമുക്ക് ഇളക്കി നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് രണ്ടും സെയിം ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മളിത് രണ്ടും മിക്സ് ചെയ്യണ സമയത്ത് ഒരേ ചൂടായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു അടുപ്പിൽ ഈ റവയുടെ കൂട്ടും മറ്റേ അടുപ്പിൽ ചൈന ഗ്രാസും നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളൊരു 5-10 മിനിറ്റായി കാണും ഇളക്കി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചു. നമ്മുടെ റവയൊക്കെ വെന്ത്, നമുക്ക് റവ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, വെന്ത് കറക്റ്റായിട്ടുണ്ട്. 1 ലിറ്റർ പാലായതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അതായത് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യണത്. ഈ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര അലിഞ്ഞ് 1-2 മിനിറ്റ് നേരം ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയും മതി. നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി കട്ടിയായാലുണ്ടല്ലോ നമ്മുടെ പുഡിങ് സോഫ്റ്റ് കുറയും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് ഓഫാക്കാനായിട്ട്. നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ അലിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പുഡിങ്ങും അതെ, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പുഡിങ്ങിന് ഈ ഒരു തിക്നെസ്സാണ് ആവശ്യം. ഇനി നമ്മളിത് ഇറക്കി വെച്ചിട്ട് ചൂടാറുന്ന സമയത്ത് ഒത്തിരി കൂടെ തിക്കാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ പുഡിങ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ചൈന ഗ്രാസ് ആഡ് ചെയ്ത സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഗ്യാസ്മേ വെക്കാൻ പാടില്ല. അതെടുത്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം.
അത് മാറ്റിയാലും നമ്മൾ 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം എന്നില്ല, ഇടവിട്ട് ഇളക്കിയാലും മതി. ഇളക്കിയില്ലെങ്കിൽ അതിൽ പാട കെട്ടും. പാട കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കുറയും. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലെയർ പുഡിങ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, അത് സെറ്റായി കറക്റ്റായിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമാണ് അതിൽ അപ്ലൈ ചെയ്തിരുന്നത്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ് അപ്ലൈ ചെയ്യണം. ഈ പുഡിങ് തണുത്ത് കറക്റ്റായിട്ടുണ്ട്, ഞാനിതിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടിയിലത്തെ ലെയർ വിപ്പിംഗ് ക്രീമാണ്, മേലത്തെ ലെയർ ഈ റവ പുഡിങ്ങാണ്. ഇനി അതിൻ്റെ മേലെ കൂടി ഞാൻ സ്വല്പം കൂടെ വിപ്പിംഗ് ക്രീം ചെയ്യുന്നുണ്ട്. അതൊരു ഓപ്ഷനിലാണ്, അത് വളരെ ടേസ്റ്റാണ്. നമ്മളിതെല്ലാം കൂടെ കട്ട് ചെയ്ത് കഴിക്കണ സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നമ്മളിപ്പോൾ ഈ പുഡിംഗ് ട്രേയിൽ ആദ്യം വിപ്പിംഗ് ക്രീം, അതിന് ശേഷം റവ പുഡിങ്, അതിന് ശേഷം അതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം എല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാം. ഞാനിപ്പോൾ രാത്രി വെച്ചിട്ട് കാലത്താണ് എടുത്തത്. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് പുറത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലെയറായിട്ടുള്ള അടിപൊളി റവ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇതൊരു 5-10 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഈസിയാണ്. അതായത് റവ വെച്ചായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒന്നാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ദയവായി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.